നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ വീർപ്പുമുട്ടുകയാണ് ഗൾഫിലെ പ്രവാസ ലോകം. പലരും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവധിക്കാലമാണ്. ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് അവധി ആഘോഷിക്കാൻ പുറപ്പെടാനിരുന്ന പ്രവാസികളൊക്കെ വലിയ അങ്കലാപ്പിൽ. ഇറാൻ ആക്രമണങ്ങളെ തുടർന്ന് ഇന്നലെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. UAE-യിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് കുവൈറ്റ് അനിശ്ചിതകാലത്തേക്ക് തങ്ങളുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. ദുബൈയിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനങ്ങൾ കുവൈറ്റിലേക്കുള്ള യാത്ര പൂർണ്ണമായി റദ്ദാക്കി. ഇന്നലെ ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നും കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള ഇന്നത്തെയും നാളത്തെയും മുഴുവൻ സർവീസുകളും റദ്ദാക്കി. കുവൈറ്റിൻ്റെ ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസും അവരുടെ ഭൂരിഭാഗം സർവീസുകളും പുനഃക്രമീകരിച്ചിരിക്കുന്നു. യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിമാന കമ്പനികളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ ഗൾഫ് മേഖലയിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ വെട്ടിക്കുറച്ചു. സിംഗപ്പൂർ എയർലൈൻസ് ഒക്ടോബർ 24 വരെ ദുബായിലേക്കും മറ്റനുബന്ധ പ്രദേശങ്ങളിലേക്കുമുള്ള യാത്രകൾ നിർത്തിവെച്ചു. ബ്രിട്ടീഷ് എയർവേസ് ദുബായിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ ഒക്ടോബർ 24 വരെ നിർത്തിവെച്ചു. റീഫണ്ട്, റീബുക്ക് ഓപ്ഷനുകൾ തുറന്നിരിക്കുന്നു. കാനഡയുടെ എയർ കാനഡ, ടൊറന്റോ, ദുബായ്, ടെൽ അവീവ് എന്നിവ ഒക്ടോബർ 24 വരെ നിർത്തിവെച്ചു. ദുബായിലേക്കുള്ള ലുഫ്താൻസ ഗ്രൂപ്പിന്റെ സർവീസുകളും നിർത്തിവെച്ചു. സെപ്റ്റംബർ 13 വരെ. കാത്തെ പസഫിക്, ദുബായ്, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഓഗസ്റ്റ് 31 വരെ നിർത്തിവെച്ചു. KLM-ഉം ഓഗസ്റ്റ് 23 വരെ നിർത്തിവെച്ചു. ഈജിയൻ എയർലൈൻസുകൾ ദുബായിലേക്കുള്ള തങ്ങളുടെ വിമാന സർവീസുകൾ ഓഗസ്റ്റ് 31 വരെ റദ്ദാക്കി. മേഖലയിലെ ചില ഭാഗങ്ങളിൽ വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ ശക്തമാണ്. സുരക്ഷാ ആശങ്കകൾ അതിരൂക്ഷം. ചില അന്താരാഷ്ട്ര വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. ചില റൂട്ടുകളിൽ വഴിതിരിച്ചുവിടുമ്പോൾ 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ അധിക ഫ്ലൈറ്റ് സമയം വേണ്ടിവരുന്നു. ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം. ഇതിനെ തുടർന്ന് 2 അമേരിക്കൻ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ശക്തമായ തിരിച്ചടിക്കാണ് ട്രംപിന്റെ ഉത്തരവ്. മേഖലയിലെ US സഖ്യ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇറാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ വിമാന സർവീസുകൾ കൂടുതൽ താറുമാറാകും. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആദ്യം ഇറാനെതിരെ തുടങ്ങിവെച്ച യുദ്ധം ഒടുവിൽ അമേരിക്ക ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നു. എപ്പോൾ വേണമെങ്കിലും യുദ്ധമുന്നണിയിലേക്ക് ഇസ്രായേൽ കൂടി കടന്നുവരും. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണം, ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം, അതിസങ്കീർണമാണ് മേഖലയിലെ പ്രശ്നങ്ങൾ. ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ പ്രവാസ ലോകം, കേരളം ഏറെ ദുരിതക്കയത്തിലാണ്. ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളാണ് ഗൾഫ് മേഖലയിലുള്ളത്. അമേരിക്കൻ ഇറാൻ യുദ്ധം പ്രവാസി മലയാളികൾക്കിടയിൽ പരക്കെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ വലിയ തലങ്ങൾ ഇത് സൃഷ്ടിക്കും. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രവാസി മലയാളികളിലേറെയും ജോലി ചെയ്യുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യം ആക്രമണം തുടങ്ങിയ ഇറാൻ തുടർന്ന് കുവൈറ്റിൻ്റെ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടും ആക്രമണങ്ങൾ തുടർന്നിരുന്നു. ബഹ്റൈനിലെ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടു ഇറാൻ. കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ പ്രവാസികൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ പരിഭ്രാന്തിയാണ്. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും ശക്തം. യുദ്ധം വരുത്തിവെച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഗൾഫ് മേഖലയിൽ. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നു. പല വൻകിട കമ്പനികളും തങ്ങളുടെ പദ്ധതികൾ നിർത്തിവെക്കുകയോ ജീവനക്കാരെ വെട്ടിച്ചുരുക്കുകയോ ചെയ്തിരിക്കുന്നു. തിരികെ എങ്ങനെ നാട്ടിലേക്ക് മടങ്ങണമെന്നറിയാതെ കുഴയുന്ന അനേക പ്രവാസി മലയാളികളുണ്ട്. നിർമ്മാണ മേഖല, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികൾക്കാണ് ഏറെ തൊഴിൽ നഷ്ടം. ഗൾഫ് രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ, കഫറ്റീരിയകൾ, മറ്റ് ചെറുകിട ബിസിനസ്സുകൾ എന്നിവ നടത്തുന്ന മലയാളികളും കടുത്ത ഭീഷണി നേരിടുന്നു. കച്ചവടം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രത്യാഘാതം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് പ്രവാസികൾ അയക്കുന്ന പണമാണ്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 30% പ്രവാസ ലോകത്തിൻ്റെ സംഭാവന. നിലവിൽ സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിലുള്ള പ്രവാസി നിക്ഷേപം 2.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്.
3 ലക്ഷം കോടി രൂപയോളം വരും എന്നും കണക്കുകൾ. ഇതിന്റെ 80% വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്ന്. യൂറോപ്പ്, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ ഇപ്പോൾ തിരികെ കേരളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് അവർ വലിയ പണമൊഴുക്ക് നടത്തുന്നില്ല. കേരളത്തിൻ്റെ വിദേശ നാണയ സോഴ്സ് ഏറെ നിൽക്കുന്നത് ഗൾഫ് മേഖലയാണ് എന്ന് വ്യക്തം. ഈ പ്രതിസന്ധി കേരളത്തിൻ്റെ ബാങ്കിംഗ് മേഖലയെയും റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ബാധിച്ചിരിക്കുന്നു. ഫ്ളാറ്റുകൾ വിറ്റുപോകുന്നില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വലിയ മന്ദത. ലക്ഷക്കണക്കിന് പ്രവാസികൾ ഒന്നിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച മറുവശത്ത്. അവരെ പുനരധിവസിപ്പിക്കുക സർക്കാരിന് വലിയ വെല്ലുവിളിയും. കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കും എന്ന് മാത്രമല്ല, ആഭ്യന്തര പണമൊഴുക്കും ഗണ്യമായി കുറയും. ഇതിനിടയിലാണ് സുരക്ഷ മുൻനിർത്തി വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടുന്നതും. ചുരുക്കത്തിൽ നാട്ടിലേക്ക് അടിയന്തരമായി മടങ്ങേണ്ടവർക്ക് പോലും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥ, അഥവാ വിമാനങ്ങളില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ക്രൈസിസ് മാനേജ്മെന്റ് എന്താണ് എന്ന് പ്രവാസ ലോകം ഉറ്റുനോക്കുന്നു. നോർക്കയൊക്കെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. എന്നാൽ ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് യാതൊരുവിധ ക്രൈസിസ് മാനേജ്മെന്റ് പദ്ധതികളുമില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യം. ഇത് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുന്നു. മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം നോർക്ക ചർച്ച പോലും ചെയ്യുന്നില്ല. 1990 കുവൈറ്റ് യുദ്ധകാലത്തും കേരളം സമാനമായ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ. ചുരുക്കത്തിൽ യുദ്ധം നീളുന്ന ഓരോ ദിവസവും നമ്മൾ മലയാളികളുടെ ഭാവിയും കേരളത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയും കൂടുതൽ അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഈ യുദ്ധം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സാമ്പത്തിക ദുരന്തത്തിനാവുമോ സാക്ഷ്യം വഹിക്കുക? എന്തായാലും പ്രവാസ ലോകം നടുങ്ങിത്തെറിച്ച് നിൽക്കുന്നു. ഒപ്പം മലയാളികളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.